നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ RC ക്രോളറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സൗണ്ട് ഒട്ടും കേൾക്കത്തില്ല. ഞാൻ അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. ക്യാമറമാൻ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്, ഞാൻ എൻ്റെ സോഫ അവിടെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഒട്ടും കേൾക്കും. നമ്മുടെ മൊബൈലിൻ്റെ മൈക്കിൻ്റെ കാര്യം അറിയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബ് തുടങ്ങിയിട്ട് 6-5 വർഷമായി ഒരു മൈക്ക് എങ്ങനെ മേടിച്ചേക്കണമെന്ന് വിചാരിച്ചു. നമ്മൾ മേടിച്ചേക്കുന്ന വയർലെസ് മൈക്ക് റാദറിൻ്റെ Q3 എന്ന് പറയുന്ന മൈക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ഇതാണ് റാദർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക്. നമുക്ക് തുറക്കാം. ഇതിങ്ങനെ നമ്മുടെ സ്ലൈഡിങ് പോലെയാണ്. ഇതങ്ങ് മാറ്റി വെച്ചേക്കാം ഗൈസ്. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. നമുക്ക് ആദ്യം ഇവിടെ സൈഡിൽ ഞാനിതെല്ലാം തുറന്ന് യൂസ് ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഐഫോണില്ല, നമ്മുടെ iOS അത് കണക്ട് ചെയ്യാനുള്ള എക്സ്ട്രാ ഒരു ഇതാണ് തന്നേക്കുന്നത് അവർ. നമ്മുടെ ആൻഡ്രോയിഡിനുള്ള ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് മാറ്റുന്നു. നമ്മുടെ ആൻഡ്രോയിഡാണ്, iOS അല്ല. ഈ പെട്ടി അങ്ങ് മാറ്റുന്നു. നമ്മുടെ മൈക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് എൻ്റെ കൈ കൊണ്ട് പറ്റിയതാണ്, നോ പ്രോബ്ലം. ഇത് നമുക്കിത് ഇളക്കി കറിയാവുന്ന സ്റ്റിക്കറാണ് ഞാൻ വെച്ചേക്കുന്നത്. കേസ് ഇങ്ങനെയാണ് W വരുന്നത്. പുറയിൽ നമുക്ക് ഇതിൻ്റെ ബോക്സ് ചാർജ് ചെയ്യാം. ബോക്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടോ, ഇതാണ് മൈക്ക് വരുന്നത്. ഇത് നമ്മുടെ റിസീവർ. ഇത് അടച്ചു കഴിയുമ്പോൾ ബോക്സ് ചാർജ് ആകുമ്പോൾ ഇവിടെ ഇത് വരും. ബോക്സ് 100% ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരുന്ന് ചാർജ് ആയിക്കോളും. 2 മൈക്ക് ഇതിൻ്റെ അകത്തിരുന്ന് ചാർജ് ആയിക്കോളും. അപ്പം നമുക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഗായ്സ് ഞാൻ ഈ മൈക്ക് ഞാൻ കുറേ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് 1-2 വീഡിയോ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്. ഇതിൻ്റെ അകത്ത് 2 ലൈറ്റ് വരുന്നുണ്ട്, വെള്ള ലൈറ്റ്. ഈ ബോക്സ് എടുത്ത് അങ്ങ് മാറ്റി വെക്കുന്നത്. ഇത് ഒരു ഫോണാണ് ആൻഡ്രോയിഡിൻ്റെ. ഇത് കുത്തുന്നു, സാധാ ചാർജർ കുത്തുന്ന പോലെ കുത്തി കഴിയുമ്പോൾ നമുക്കിവിടെ ഒന്നും കാണത്തില്ല. ഇത് തുറക്കുന്നു. എന്നിട്ട് നമ്മുടെ സെറ്റിങ്സ് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ വരുമ്പോൾ നമ്മുടെ എബൌട്ട് ഡിവൈസ് കണ്ടോ, എബൌട്ട് ഡിവൈസ് എടുത്ത് കഴിഞ്ഞിട്ട് സോറി അതല്ല, നമ്മുടെ അഡീഷണൽ സെറ്റിങ്സ് മാറിപ്പോയി. അതിൻ്റെ അകത്ത് നമ്മുടെ OTG കണക്ഷൻ എന്ന് പറഞ്ഞൊരു കണക്ഷൻ മാറും. ഇതെൻ്റെ ഓപ്പോ ഫോണാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആയിരിക്കുന്നു. OTG കണക്ഷൻ ഓൺ ആക്കി കഴിയുമ്പോൾ ഇവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും ലൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്യാമറ ആയതുകൊണ്ട് ഒരു വെള്ള കളർ, ഒരു വെള്ള ബ്ലൂയിഷ് കളർ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ ഇവിടെ മൈക്ക്, ഇത് 2 മൈക്കാണ്. ഒരു മൈക്ക് ഞാനിങ്ങനെ എടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് റെഡും ബ്ലൂവും ലൈറ്റ് കത്തും. റെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനും, ബ്ലൂ എന്ന് പറഞ്ഞാൽ ഓൺ ആവാൻ. അപ്പം നമുക്കൊന്ന് മേക്ക് ഷുവർ ആക്കാൻ ഇതൊന്ന് ഓഫ് ചെയ്യുക. ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ സാധനം ഓഫായി. എന്നിട്ട് ഞെക്കി പിടിച്ച് കഴിയുമ്പം സാധനം ഓണായി. ഇതാണ് ഓണിൻ്റെ. ഇത് പിന്നെ വരുന്നത് ഇത് കണ്ടോ, മാഗ്നറ്റാണ്. നമുക്ക് മാഗ്നറ്റും വെക്കാം, ക്ലിപ്പ് ചെയ്തും വെക്കാം. 2ൻ്റെയും യൂസ് വരുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട. ഓണാക്കി കഴിയുമ്പോൾ തന്നെ ഈ ഫോണിലെ 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ലൈറ്റ് നിന്നു, മറ്റേ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? മീൻസ് 2 ലൈറ്റ് ഉണ്ടല്ലോ, 2 ലൈറ്റ് മിന്നുന്നുണ്ട്. ആ മിന്നുന്നതിൽ ഒരെണ്ണം ബ്ലിങ്ക് ചെയ്യുന്നില്ല. അത് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയറായെന്ന അർത്ഥം. ഒരെണ്ണം പെയറായി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ തന്നെ അടുത്തതും പെയറായി. ഇപ്പോൾ 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ഈ എടുക്കുന്ന ഫോണില്ലേ അത് തന്നെ ഞങ്ങൾ കണക്ട് ചെയ്തിട്ട് കാണാം. ഗായ്സ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇപ്പം പുതിയതായിട്ട് മേടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ അറിയുന്നത്. അതുകൊണ്ട് അടുത്ത് പിടിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരുമാതിരി വേറൊരു സൗണ്ടാണ്. ദൂരത്ത് പിടിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കേണ്ടി വരും. നമുക്കിത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ വെക്കുന്നില്ല, ഞാൻ നിങ്ങളെ കാണിക്കുക. കേൾക്കാമല്ലോ അല്ലേ? ഓൾ റൈറ്റ്, ഓക്കെ. അപ്പോൾ ഗായ്സ് ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. നമ്മുടെ ഈ ബ്രാദർ എന്ന് തന്നെയാണോ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് അറിയത്തില്ല. ബ്രാഡർ, അങ്ങനെയും പറയാം. അങ്ങനെ ഒരു വയർലെസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്, വയർലെസ് മൈക്ക്. ഇനി ഞങ്ങൾ യൂത്തിലായിരിക്കും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, ഈ ബോക്സിൻ്റെ അകത്ത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞത്, എന്നാലും ഒന്നുകൂടെ പറയാം. നമുക്കിത് ഇൻഡിവിജ്വലി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് മാഗ്നറ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതെടുത്തത് അകത്ത് വെച്ച് കഴിയുമ്പോൾ മാഗ്നറ്റ് ചാർജിങ് ആണിത്. തന്നെ ചാർജ് ആകും. കണ്ടോ, ഇവിടെ ഇത് കണ്ടല്ലോ, ഇത് തന്നെ നമ്മളിവിടെ എത്ര % എന്നും എത്ര ചെയ്യേണ്ടതെന്ന് ഇവിടെ വരും. ഇതങ്ങ് എടുക്കുക. ഇപ്പോൾ യൂസിങ്ങിലാണ്. അപ്പം ഇത്ര വരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരെ കാണുന്നവരെ ഇറ്റ്സ് മീ, ഞാൻ ആൻഡ്രിയ തോമസ്, സൈനിങ്.